وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد സ്നേഹാദര ബഹുമാനം നിറഞ്ഞ ഗുരുവര്യർ, ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാം ലളിതമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാലും അനുധാവനം ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു ജീവിത സംഹിതയാണ് ഇസ്ലാം ലോകത്തിന് സമ്മാനിച്ചത്. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളെ കൃത്യമായി ഇസ്ലാം നിർവചിച്ചു. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തി. ഇത്തരത്തിൽ മാനുഷിക പാരസ്പര്യത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെ ബന്ധമാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഇസ്ലാമിനെതിരെ ഇസ്ലാമിക നിയമങ്ങൾ കാടത്തരമാണെന്നും അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും പറഞ്ഞു വരുന്ന വിമർശനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഇവർ ഇസ്ലാം എന്താണെന്ന് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇസ്ലാമിനെ ആധികാരികമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലെന്നും മറിച്ച് അവർക്ക് കൂടുതൽ സുതാര്യമായി ധാർമ്മിക ബോധത്തോടെ ജീവിക്കുവാനുള്ള എളുപ്പവഴിയാണ് ഒരുക്കിക്കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നവനാസ്തികരും നിയോലിബറലുകളും ഇസ്ലാമിന്റെ നേരെ ഉയർത്തുന്ന ഒരു വിമർശനമാണ് ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നു എന്നത്. യാഥാർത്ഥ്യം അതല്ല. ഇസ്ലാം ആചാര അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ സ്ത്രീയെയും പുരുഷനെയും തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ കൂടെ അവർ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു മഹറം കൂടെ ഉണ്ടായിരിക്കണമെന്നും അവർ ശരീരം പൂർണ്ണമായി മറച്ചിട്ട് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നും പറയുന്നത് ഏറെ പുരോഗമിച്ചു എന്ന് സ്വയം വാദിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പ്രമുഖരുടെ നീണ്ട പട്ടിക നിരത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഈ നിയമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ അവന്റെ ശരീരത്തിന് കഴിയുന്നത് പോലെയുള്ള രൂപം സ്വീകരിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുന്ന മനുഷ്യന് അവന്റെ നിസ്കാരത്തിൽ ജംഅ്, ഖസർ എന്നിങ്ങനെയുള്ള നിസ്കരിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊടുത്തത് ഒരേ സമയം നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്നതോടെ അവന്റെ യാത്രയിൽ എളുപ്പത്തിൽ നിസ്കരിക്കുവാനുള്ള അവസരം കൂടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്ര നാരായണന്മാർ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് WHO സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെച്ച സകാത്ത് എന്ന പ്രക്രിയയുടെ മഹത്വം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വിശപ്പിന്റെ കാഠിന്യത്താൽ സ്വന്തം മക്കളെ വിൽക്കുന്ന അമ്മമാരില്ലാതിരിക്കാനാണ് ഇസ്ലാമിക വിമർശകർ ഏറെ കൊട്ടിഘോഷിക്കുന്ന ഒന്നാണ് മനുഷ്യത്വരഹിതമായ തെറ്റുകൾക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നടപടികൾ. വാസ്തവത്തിൽ പരസ്യമായി നൽകുന്ന ഈ ശിക്ഷകൾ വലിയൊരു ജനവിഭാഗത്തെ തെറ്റുകളിൽ നിന്ന്